ഇപ്പോൾ ഡൽഹിയിൽ നിന്നൊരു വാർത്ത വരുന്നു. ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ സംഘർഷം. SFI ABVP പ്രവർത്തകർ ഏറ്റുമുട്ടി നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. തെരഞ്ഞെടുപ്പ് സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായതെന്ന് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ബൽറാം നെടുങ്ങാടി കൂടുതൽ അപ്ഡേറ്റ്സ് നൽകും. ബൽറാം, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. JNUവിൽ കഴിഞ്ഞ 4 വർഷത്തോളമായി തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി ബന്ധപ്പെട്ട് നിരവധി ജനറൽ ബോഡി യോഗങ്ങൾ ചേർന്നിരുന്നു. അതിൽ ഏറ്റവും അവസാനത്തെ ജനറൽ ബോഡി യോഗം, സ്കൂൾ ഓഫ് ലാംഗ്വേജസിന്റെ യോഗം ഇന്നലെ നടക്കുന്നതിനിടെയാണ് ഈ സംഘർഷം ഉണ്ടായത്. കഴിഞ്ഞ 4 വർഷമായി തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ കൗൺസിലർമാർ ഈ സ്കൂളുകളിൽ ഇല്ല. ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും സ്കൂളുകളായാണ് തിരിച്ചിരിക്കുന്നത് JNUവിൽ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ആര് നടത്തും എന്നതുമായി ബന്ധപ്പെട്ട ജനറൽ ബോഡി യോഗത്തിൽ ആലോചന നടന്നപ്പോൾ അത് നിലവിലുള്ള വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ഐഷി ഘോഷും ജനറൽ സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ സ്കൂൾ ഓഫ് ലാംഗ്വേജസിലും നടത്താം എന്ന തീരുമാനത്തിലേക്കാണ് എത്തിയത്. പല മറ്റ് സ്കൂളുകളിലും അത്തരത്തിലൊരു നടത്താനാണ് നിലവിൽ കൗൺസിലർമാരില്ലാത്ത സ്കൂളുകളിൽ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ സ്കൂൾ ഓഫ് ലാംഗ്വേജസിൽ ഇത് ABVP പ്രവർത്തകർ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിലേക്ക് എത്തിയത് എന്നാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നത്. ഇതിനെ എതിർത്തതോടുകൂടി ഇരു വിഭാഗങ്ങളും തമ്മിൽ സംഘർഷം ഉണ്ടാവുകയായിരുന്നു. നിരവധി വിദ്യാർത്ഥികൾക്ക് ഈ സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. 2 വിഭാഗവും പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും സംഘർഷ സാഹചര്യം JNU ക്യാമ്പസിനുള്ളിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഒരു സ്കൂളിൽ മാത്രമാണ് ഇത്തരത്തിൽ സംഘർഷമുണ്ടായത് എന്നും മറ്റിടത്ത് കാര്യങ്ങൾ ശാന്തമായി തന്നെ നടന്നു എന്നുമാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.